വിവാഹിതരായ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഞ്ജനയെ കാത്തിട്ടാണെങ്കിൽ എല്ലാവരും അവിടെ പുറത്തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അഞ്ജന വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അഞ്ജന നല്ലൊരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നതൊക്കെ കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മൾ അഞ്ജന ഓടി വന്നിട്ടാണെങ്കിൽ മുത്തശ്ശിയെയും വലിയച്ഛനെയും അതിനൊക്കെ തന്നെ മാമനെയും അതിനൊക്കെ സംഗീതമ്മയൊക്കെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് വേഷമാടി, നീ ഇപ്പം ഹിന്ദി നാട്ടിൽ പോയിട്ട് നീ ഹിന്ദിക്കാരി കണക്കായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അഞ്ജന പറയുന്നുണ്ട്, ഇതൊക്കെ ചുമ്മാ ഒരു വേഷം കെട്ടലല്ലേ മുത്തശ്ശി, നിറം മാറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട് നിറം മാറുന്നത് ഓന്തുകളാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അഞ്ജന എടുത്താണെങ്കിൽ അങ്ങനെ പിന്നെ നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ആ സമയത്ത് സത്യം പറയുന്നുണ്ട്, അമ്മയെന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ സാഗർ മോനും ഇതണൊക്കെ ആയിരുന്നു, എവിടെ പോയിട്ട് വന്നാലും അമ്മയെന്ന് പറഞ്ഞ് ഓടി വരും. ഇപ്പം എൻ്റെ മോനെ ഞാൻ കാണുന്നത് എൻ്റെ കൊച്ചുമോളിലൂടെ ആണെന്നൊക്കെ നമ്മളെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ അഞ്ജനയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ എന്താ അകത്തേക്ക് ആനയിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ സംഗീത പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആനയിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംഗീത അകത്തോട്ട് പോയിട്ടാണെങ്കിൽ വന്ന് ഒരു വിളക്കും ഒക്കെ കത്തിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ അഞ്ജനയാണെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടെ അകത്തോട്ട് കയറിയൊക്കെ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഇനി നിനക്ക് ആ ഒരു ജോലിയുടെ ആവശ്യമൊന്നും നിനക്കില്ല, നിന്നെ ഞാൻ ഇവിടെ കെട്ടിയിടാനൊക്കെ ഇങ്ങനെ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ മോളെ അന്യ നാട്ടിൽ പോയി കിടന്ന് നീ ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സത്യനും പറയുന്നുണ്ട്, മോളെ നീ ഒരു ചെറിയ ശമ്പളത്തിന് വേണ്ടി എന്തിനാ വെറുതെ പോയി അന്യനാട്ടിൽ കിടക്കുന്ന ജോലി ചെയ്യുന്നത്, അതൊക്കെ വേണ്ട മോളെ, അതൊക്കെ വിട്ടേക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഭവാനി അങ്ങോട്ട് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ മോൾക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്തല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഞങ്ങൾക്കാണെങ്കിൽ മൂന്നാറും തേയിലത്തോട്ടമോ അതുപോലെ റിസോർട്ടോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭവാനി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു ഫാർമസി ആയിരുന്നു, അത് പിന്നെ പൂട്ടിപ്പോയി, അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സത്യനിട്ടൊരു കുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ പിന്നെ ആ മുത്തശ്ശി പറയുന്നുണ്ട്, ശരി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, എന്തായാലും മോളെ നിൻ്റെ കല്യാണം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അഞ്ജന ചോദിക്കുന്നുണ്ട്, കല്യാണമോ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ കല്യാണം നിനക്ക് പ്രായമൊക്കെ ആയി വരുന്നില്ലേ, അപ്പം നിൻ്റെയും അജയുടെയും കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആ മുത്തശ്ശി പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, അജയ്യോ? അപ്പം മുത്തശ്ശി പറഞ്ഞത്, അതേ മോളെ കുഞ്ഞിലെ ഞങ്ങളെല്ലാവരും പറഞ്ഞു വെച്ചതാണ്, ഒന്നെങ്കിൽ അജയ്ക്ക് നിന്നെ അല്ലെങ്കിൽ അഭിരാമി കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ അഭിരാമി ഇല്ലല്ലോ, അതുകൊണ്ട് എന്തായാലും മോൾ അജയ് കല്യാണം കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അഞ്ജനയാണെങ്കിൽ ഒരുപാടൊക്കെ ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജനയാണെങ്കിൽ ഇങ്ങനെ അമ്മയടുത്ത് ഇങ്ങനെ കണ്ണൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട്, ഇതെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അഞ്ജനയുടെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, മോള് വാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അഞ്ജനയെ പയ്യെ അങ്ങ് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മുത്തശ്ശിയാണെങ്കിൽ സംഗീതടുത്തും ബാക്കിയെല്ലായിടത്തും പറയുന്നുണ്ട്, എന്തായാലും അഞ്ജന വന്നല്ലോ, ഇനിയിപ്പം കല്യാണത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഭൂമിയാണെങ്കിൽ നിനക്ക് ബാങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. ബാങ്കിൽ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവിടുത്തെ മാനേജർ ചോദിക്കുന്നുണ്ട്, ആ ഭൂമിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ താൻ വന്നതെന്ന് ചോദിക്കുമ്പം, അല്ല സാറ് 2 ദിവസം കഴിഞ്ഞിട്ട് നിനക്ക് വരാൻ പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മാനേജർ പറയുന്നുണ്ട്, അത് താൻ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ഭൂമി എടുത്ത് പറയുന്നുണ്ട്. ഭൂമി ചോദിക്കുന്നുണ്ട്, എന്തായി സാറെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാനേജർ പറയുന്നുണ്ടോ, ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു, പക്ഷേ അവർ ലോൺ തരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് തനിക്ക് ലോനായിട്ട് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രായും കൂടെ അവരടുത്ത് ചോദിച്ചപ്പം അവരത് തരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതവർ തള്ളിക്കളഞ്ഞെന്നൊക്കെ നമ്മൾ മാനേജറാണെങ്കിൽ ഭൂമി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചികിത്സയുടെ കാര്യം ആയതുകൊണ്ടാണ് സാറെന്ന് പറയുമ്പം ഇവിടെ അതൊന്നും നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മാനേജർ പറയുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ ശരി സാർ, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ ഭൂമി ഇങ്ങനെ പോകുമ്പോൾ മാനേജർ വീണ്ടും വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഭൂമി താൻ ഇനിയിപ്പോൾ ഈ ഒരു ആവശ്യം പറഞ്ഞ് വേറെ ഏത് ബാങ്കിൽ പോയാലും അവരിത് തന്നെ ആയിരിക്കും പറയുന്നത്, എന്തായാലും വേറെ ഒരു ബാങ്കിൽ നിന്നും നിനക്ക് ലോൺ കിട്ടാൻ സാധ്യതയില്ല, താനൊരു കാര്യം ചെയ്യും, ഒരു ചാരിറ്റിയിലൊക്കെ ഇന്ന് സമീപിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഭൂമി പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ സാറെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും വഴി തെളിയാതിരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമി പറയുന്നുണ്ട്, ശരി സാർ ഞാൻ എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മളെ ഭവാനിയും അഞ്ജനയാട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭവാനി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്രത്തോളം നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നോ അത്രത്തോളം നമ്മൾ തലയിൽ ഓരോ പ്രശ്നങ്ങൾ വന്ന് വീഴുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യം എപ്പോൾ വേണമെങ്കിലും നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് കടക്ക് പുറത്തുനിന്നൊരു സംബോധന എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഞ്ജന ചോദിക്കുന്നുണ്ട്, അമ്മേ എന്നെ ഇപ്പം പിടിച്ച് കെട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്പോയിലായി പോകത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ബട്ടർഫ്ലൈ ലൈഫ് ഞാൻ കുറച്ചും കൂടെ എൻജോയ്മെൻറ്റ് ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഭവാനി ചോദിക്കുന്നുണ്ട്, നിനക്ക് അജയെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അഞ്ജന പറയുന്നുണ്ട്, അതേ
ഇഷ്ടമൊക്കെയാണ്. പിന്നെ അവനെന്താ ഹാൻഡ്സം ആണല്ലോ, അപ്പം അവൻ്റെ കൂടെ കുറച്ചൊക്കെ കറങ്ങുകയും വെക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാതൊരു സഡൻ മാരേജിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഭവാനി ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും റിലേഷനൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആരെങ്കിലും പ്രപ്പോസലാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നത്, ഓ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ, പ്രപ്പോസലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാനവരെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ അവന്മാരായിട്ട് കുറേ വട്ടം ചുറ്റിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവന്മാർ അറിയുന്നില്ലല്ലോ ഞാൻ ഈ കാര്യത്തിൽ ഫ്രോഡാണെന്നുള്ള കാര്യം അവർ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭവാനി പറയുന്നുണ്ട്, അഞ്ജന ഞാൻ പറയുന്നത് സീരിയസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അഞ്ജന പറയുന്നത് ശരി അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഞാൻ കേൾക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഭവാനി ചോദിക്കുന്നുണ്ട്, മോളെ ഇത് ആരെ വീടാ, ഇത് അച്ഛൻ്റെ വീടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാതെ നമ്മളെ സ്വന്തം അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ആഹം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു ഫാർമസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പം പൂട്ടിക്കിടക്കുക എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അച്ഛനിക്ക് കിട്ടിയ ഷെയറും അമ്മയുടെ ഷെയറും എല്ലാം അതിനകത്ത് ഇട്ടിട്ട് അതിപ്പോൾ നമുക്കൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇപ്പം പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിൻ്റെ അച്ഛൻ്റെ മരണത്തിനെ കുറിച്ച് നിനക്കറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അഞ്ജന പറയുന്നുണ്ട്, ആ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ ആത്മഹത്യ ചെയ്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, അതതിന് ആര് പറഞ്ഞത് ആത്മഹത്യയാണ്, അത് ആത്മഹത്യയൊന്നുമല്ല, അതിവിടെ വലിയച്ഛൻ്റെ മുത്തശ്ശിയും അമ്മായി എല്ലാവരും പറഞ്ഞല്ലോ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണെന്ന്. ആത്മഹത്യയൊന്നും അല്ല, അച്ഛൻ്റെ കൊലപാതകമായിരുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഞ്ജനയൊന്നും ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ആൾക്കാർ ഈ വീട്ടിലുള്ളവരൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർക്കാണെങ്കിൽ ഈ അച്ഛൻ്റെ കൊലപാതകം അവർക്ക് ഒഴിവാക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, നിൻ്റെ മുത്തശ്ശിക്കൊക്കെ ഒഴിവാക്കായിരുന്നു. പക്ഷേ നിൻ്റെ മുത്തശ്ശിക്കാണെങ്കിൽ നിൻ്റെ വലിയച്ഛനായ സത്യനെയും അമ്മായിയായ സംഗീതയും മാത്രമാണ് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അഞ്ജന ചോദിക്കുന്നുണ്ട്, അപ്പം വലിയച്ഛനിക്കും അതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, ആ വലിയച്ഛനും അതിനകത്ത് പങ്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അഞ്ജന ചോദിക്കുന്നുണ്ട്, അതിന് വലിയച്ഛൻ പാവമല്ലേ അമ്മ, ആ വലിയച്ഛനാണെങ്കിൽ വലിയമ്മയും അതിനൊക്കെ അഭിരാമിയും ഇങ്ങനെ തിരക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, മോളെ എനിക്ക് ഇവരുടെ അടുത്ത് പ്രതികാരം എനിക്ക് തീർക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് നിന്നിലൂടെ എനിക്ക് സാധിച്ചെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഞാനിപ്പം ഈ ഒരു കല്യാണക്കാര്യം തന്നെ ഇവിടെ നിൻ്റെ മുത്തശ്ശിയെടുത്ത് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നീ കല്യാണം കഴിച്ച് നീ ഇവിടെ വന്നിട്ടാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ഇവിടെ എനിക്ക് നേടിയെടുക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നീ ആണെങ്കിൽ ആ നിലവിളക്കിൽ കത്തുന്ന ആ ഒരു തീ കണക്ക് നീ ഇവിടെ കത്തി നീ ഇതാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭവാനി പറയുന്നുണ്ട്, നീ എനിക്ക് വാക്ക് താന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അഞ്ജനയാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് എന്തായാലും സ്വന്തം അച്ഛൻ്റെ കൊലപാതകം എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും മക്കളത് സമ്മതിക്കുമല്ലോ. അങ്ങനെ നമ്മൾ അഞ്ജനയാണെങ്കിലും നമ്മൾ ഭവാനിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അച്യുതനെ കേട്ടോ. അപ്പോൾ അച്യുതനാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അച്യുതനാണെങ്കിൽ ഇങ്ങനെ നമ്മളെ ഭവാനിയും ആ ഗുണ്ടയും കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം ഭവാനി പറയുന്നുണ്ടല്ലോ, എന്തായാലും അച്യുതനെ കണ്ടുപിടിക്കണം, അയാളെ വായുന്ന ഒരു കാര്യങ്ങൾ പോലും സാഗറിൻ്റെ കുടുംബക്കാരറിയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും എൻ്റെ മോളെയും നിലനിൽപ്പ് നഷ്ടമാവും എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ നമ്മൾ അച്യുതൻ ഇങ്ങനെ ഓർത്തൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ ഭൂമിയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ അച്യുതനെ നോക്കി വരുന്നുണ്ട്. നോക്കി വരുന്ന സമയത്ത് അച്യുതൻ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നു. അപ്പം നമ്മൾ ആ ഭൂമി ചിന്തിക്കുന്നത്, എന്താ അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത്, ഇത് ശരിയല്ലല്ലോ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നൊക്കെ നമ്മൾ ഭൂമി ആലോചിച്ചിട്ട് നമ്മൾ ഭൂമിയാണെങ്കിൽ നേരെ അച്യുതൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഭൂമി ചോദിക്കുന്നുണ്ട് അച്യുതൻ്റെ അടുത്ത്, ഹലോ എന്താണ് ഇങ്ങനെ ഇത്ര ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ, എന്തതിന് മാത്രം ഇത്ര ആലോചിച്ച് കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അച്യുതൻ പറയുന്നുണ്ട്, ഓ ഒന്നുമില്ല മോളെ, ഓരോന്നിങ്ങനെ ആലോചിച്ചാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അച്യുതൻ പറയുന്നുണ്ട്. നമ്മൾ ഭൂമി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു അച്ഛൻ്റെ കാര്യം ചെയ്യും, അച്ഛൻ്റെ അമ്മയുടെയും ആ പ്രണയകഥ ഒന്ന് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അച്യുതൻ പറഞ്ഞു, അയ്യോ ഇത് ഞാൻ എത്ര വട്ടം നിൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മൾ ഒരു 100 വട്ടവും ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, എന്നാലും പറ അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛൻ്റെ അമ്മയുടെയും പ്രണയകഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ അച്യുതനെ കൊണ്ടാണെങ്കിൽ നമ്മളെ ഭൂമിയാണെങ്കിൽ പ്രണയകഥയൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. അച്യുതൻ പറയുന്നുണ്ട്, പണ്ടൊരു 10-25 വർഷമാവും, ആ സമയത്ത് ഞാനൊരു ഭ്രാന്തനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഭൂമി വയ്ക്കുന്ന അപ്പോഴത്തേക്കും നമ്മൾ അച്യുതൻ പറഞ്ഞേ, അങ്ങതല്ലടേ എനിക്കൊരു നാടകത്തിൻ്റെ ഭ്രാന്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എവിടെ നാടകം ഉണ്ടെങ്കിലും ഞാൻ പോയി കാണുമായിരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാനൊരു നാടകം കാണാൻ വേണ്ടി പോയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശീലാവതി അതായിരുന്നു ആ നാടകത്തിൻ്റെ പേരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അത് ഒരു കരൾ രോഗിയായ ഒരു ഭർത്താവ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കരൾ രോഗിയായ ഭർത്താവിനെ ചികിത്സിക്കാൻ വേണ്ടിയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ കരൾ വിറ്റ് ആ ഒരു ഭർത്താവിൻ്റെ ഓപ്പറേഷൻ നടത്തി ആ ഒരു രംഗമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഭർത്താവ് ഒരു ദിവസം ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ ഒരു ദിവസം കള്ളം കുടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രംഗം കണ്ടിട്ട് ഭാര്യയ്ക്ക് സഹിക്കാൻ വയ്യാതെ ആ ഭർത്താവിനെ ആണെങ്കിൽ കൊല്ലുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൊല്ലുന്ന നിലവിളിക്കുന്ന ഒരു രംഗമുണ്ട്, മോളെ എൻ്റെ പൊന്നു മോളെ, അത് നിൻ്റെ അമ്മ അഭിനയിക്കണം, എന്ത് സൂപ്പറായിരുന്നു എന്നൊക്കെ
എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അച്യുതൻ പറയുന്നുണ്ട്. നാടകം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ ആ ഗ്രീൻ റൂമിലേക്ക് പോയായിരുന്നൊക്കെ പറയുന്നുണ്ട്, ഞാനൊന്ന് അഭിനന്ദിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭൂമി പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ പ്രേമം തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അച്യുതൻ പറയുന്നുണ്ട്, ആ പിന്നെ അല്ലാതെ ഭൂമി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇപ്പം ആ ഒരു രംഗം ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരുമോ, എനിക്ക് കാണാൻ ഭയങ്കര കൊതിയാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അച്യുതൻ പറഞ്ഞു, ഓ അതൊന്നും ഇപ്പം നടക്കത്തൊന്നുമില്ല എന്നൊക്കെ അച്യുതൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അച്യുതൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളെ ഭൂമിയെടുത്ത് പറയുന്നുണ്ട്, മോളെ നമുക്ക് ഇവിടുന്ന് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭൂമി ചോദിക്കുന്നുണ്ട്, എവിടെ വെച്ചാൽ അത് നമ്മളെ പഴയ നാട്ടിലേക്ക് നമുക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭൂമി പറയുന്നുണ്ട്, വേണ്ട അച്ഛാ നമുക്ക് ഇവിടെ നിന്നാൽ മതി, ഇത് നല്ല സ്ഥലമല്ലേ അച്ഛാ, നമുക്ക് ഇവിടെ തന്നെ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ഭൂമിയാണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛന് ഞാനില്ലേ അച്ഛാ, ഈ ഭൂമി ഇല്ലേ അച്ഛാ, പിന്നെ എന്തിനാ അച്ഛൻ വിഷമിക്കുന്നത്, അച്ഛന് ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവരിങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന ഒരു രംഗം, ഒരു പാട്ട് സീനോടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ അഞ്ജനയാണെങ്കിൽ ഇങ്ങനെ അവിടെ പുറത്ത് നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഫോണിൽ കൂടെ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഈ ഫോൺ ഞാൻ എന്നെ കൊണ്ടിപ്പോൾ നിന്നെ പറ്റത്തില്ല, ഈ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നീയായിട്ട് ബ്രേക്കപ്പ് ആവും, അപ്പം ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അജയ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അഞ്ജനയാണെങ്കിൽ അജയ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ടാണെങ്കിൽ അജയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പോയി അപ്പം അജയ് അങ്ങ് അവിടെ നിന്ന് അങ്ങ് മാറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അഞ്ജന വന്നിട്ടാണെങ്കിൽ ആ അജയുടെ ബൈക്കിൽ വന്നങ്ങ് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അഞ്ജനയാണെങ്കിൽ അജയ് അടുത്ത് പറയുന്നുണ്ട്, അജയ് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും നിന്നെ കാണാൻ പറ്റില്ല, ഞാൻ 2 വർഷം വന്നിട്ടും എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല, നിനക്ക് ഞാൻ ഇത്രയും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്നിനും ഒരു ഇതില്ല, ഒന്നെങ്കിൽ ഒരു തമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി, ഇത്രയേ ഉള്ളൂ, നിനക്ക് കുറച്ചും കൂടെ ടൈപ്പ് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയും, എനിക്ക് ടൈം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അഞ്ജന പറഞ്ഞാൽ നമ്മളെ കല്യാണമൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അജയ് ആണെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയൊക്കെ ചെയ്യുന്നുണ്ട്, ഇഷ്ടമല്ലാതെ. അപ്പം നമ്മൾ അജയ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അഞ്ജന പറയുന്നുണ്ട്, ഇപ്പം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായാലും നമുക്ക് നല്ലൊരു ഫ്രണ്ട് ആയാലും നല്ലൊരു വൈഫ് ആവാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇനിയിപ്പം അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ നമ്മൾ അഞ്ജന പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഞ്ജന പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അജയ് അടുത്താണെങ്കിൽ. അങ്ങനെ അജയ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ അജയ്ക്ക് ആണെങ്കിൽ ഒരു ഫോൺ കോളൊക്കെ വരുന്നുണ്ട്. അജയ് പറയുന്നുണ്ട്, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ പോകണം, ഞാൻ പോയിട്ടില്ലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അജയ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഞ്ജന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ നീ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ എസ്കേപ്പ് ആവാമെന്ന് നീ നോക്കണ്ട, ഞാൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഞ്ജനയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.